നമ്മൾ പലപ്പോഴും ഒ പിയിലൊക്കെ വരുമ്പോൾ വാതരോഗികൾ ജനറലി ഹീമോഗ്ലോബിൻ കുറച്ച് കുറവായിരിക്കും. സാധാരണ ആൾക്കാർക്ക് 14, 15, 13 വരുമെങ്കിൽ വാതരോഗികൾ കുറച്ച് 11, 10 ഒക്കെ ആയിരിക്കും. അപ്പോൾ 10 താഴുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫെറിറ്റിൻ ടെസ്റ്റ് എന്ന് പറയും. എന്താണ് ഈ ഫെറിറ്റിൻ? നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിനാണ് HB ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ HB ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? അയണിൽ നിന്നാണ്. അയണാണ് അതിൻ്റെ കീ കോൺസ്റ്റൻറ്റ്. അയൺ, ഇരുമ്പ് നമ്മൾ പറയും, അയൺ ടെസ്റ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ അയൺ ടെസ്റ്റ് ചെയ്ത് അയണിൽ നിന്നാണ് ഹീമോഗ്ലോബിൻ നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അയൺ എന്ന് പറയുന്നത് അയണിൻ്റെ ഒരു സ്റ്റോറേജ് ഫോമാണ് ഈ ഫെറിറ്റിൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റിലുള്ള കാശുമായിട്ട് നമുക്ക് ഒരു താരതമ്യപ്പെടുത്തി നോക്കാം. നമ്മുടെ പോക്കറ്റിൽ കാശുണ്ട്, ആ കാശാണ് അയൺ. അതേസമയം നമ്മുടെ ബാങ്ക് ലോക്കറിൽ അല്ലെങ്കിൽ ബാങ്കിലുള്ള കാശാണ് എന്ത്? ഫെറിറ്റിൻ. അപ്പോൾ ആദ്യം തീരുന്നത് നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള കാശെടുത്ത് കൊടുത്തു, നമ്മൾ സാധനം മേടിക്കാൻ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബോഡിയിൽ ആദ്യം ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ബോഡി എന്ത് ചെയ്യും? ഈ അയൺ എടുത്തിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അയൺ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഫെറിറ്റിൻ എടുത്തുകൊണ്ടിരിക്കും. ഫെറിറ്റിൻ എടുത്ത് അവിടെ ബാങ്ക് ലോക്കർ കാലി ആകുന്നത് പോലെ ആദ്യം കുറയുന്ന ഏതായിരിക്കും? ഫെറിറ്റിനായിരിക്കും കുറയുന്നത്. നമ്മുടെ കയ്യിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി എന്ത് ചെയ്യും? ഈ ഫെറിറ്റിൻ സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബോഡിയിൽ ഫെറിറ്റിനെ അയണായിട്ട് കൺവേർട്ട് ചെയ്യും, അയൺ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ അയൺ സ്റ്റോർ കുറയുന്നതിൻ്റെ ഫസ്റ്റ് ലക്ഷണം എന്താണ്? ഫെറിറ്റിൻ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫെറിറ്റിൻ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ബോഡിയുടെ അയണിൻ്റെ സ്റ്റോറേജ് ഫോമാണ്. അപ്പോൾ ഒരാളുടെ ബോഡിയുടെ ഹീമോഗ്ലോബിൻ്റെ അയണിൻ്റെ ലെവൽ നോക്കാനായിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ഫെറിറ്റിനാണ്. ഫെറിറ്റിൻ്റെ നോർമൽ ലെവൽ ജനറലി ഒരു 30നും 200നും ഇടയ്ക്കാണ് നോർമൽ ലെവൽ. അപ്പോൾ 30ൽ താഴെയാണെങ്കിൽ എന്താണ്? അത് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയും. അതായത് ബോഡിയുടെ അയൺ സ്റ്റോർ കുറയുന്നു എന്നുള്ളതിനുള്ള ഒരു ലക്ഷണമാണ്. പക്ഷേ വാതരോഗികളിൽ കാരണം ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വരുമ്പോൾ ഫെറിറ്റിൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വാതരോഗികളുടെ അയൺ ഡെഫിഷ്യൻസിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 100ആണ്. അപ്പോൾ 100 താഴെയാണെങ്കിൽ എന്താ അർത്ഥം? നിങ്ങളുടെ അയണിൻ്റെ സ്റ്റോർ കുറവാണ്. ബോഡിയുടെ അയണിൻ്റെ സ്റ്റോർ കുറവാണെന്ന് അർത്ഥം നമ്മൾ ഒന്ന് അയൺ കഴിക്കണം, അല്ലെങ്കിൽ അയൺ കൂടിയ ഫുഡുകൾ കഴിക്കണം, അല്ലെങ്കിൽ അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം. അല്ലെങ്കിൽ ചിലർക്ക് ടാബ്ലറ്റ് കഴിച്ചാലൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഫുഡിലൂടെ തന്നെ അയണിൻ്റെ ലെവൽ കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഫെറിറ്റിൻ കുറഞ്ഞ ആളുടെ പ്രശ്നം എന്താണ്? പലപ്പോഴും ക്ഷീണം കാണും. പിന്നെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റൊക്കെ കാണുമ്പോൾ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് വരും. മുടി കൊഴിച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോസാണ് ബോഡിയിൽ അയൺ സ്റ്റോർ കുറയുന്നു. അതായത് ഫെറിറ്റിൻ്റെ ലെവൽ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ മുടി കൊഴിച്ചിലൂടെ ബോഡി അത് കൺസർവ് ചെയ്യാൻ നോക്കും. അപ്പോൾ മുടി കൊഴിച്ചിലിന് ഉള്ളൊരു പ്രധാനപ്പെട്ട കാരണം, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തറിയാൻ സാധിക്കും? ഫെറിറ്റിൻ കുറയുന്നുണ്ടെങ്കിൽ അയണിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ, അയണിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മുടി കൊഴിച്ചിൽ നിങ്ങളുടെ കുറയും. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാരണം, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹീമോഗ്ലോബിൻ ഒരാളുടെ 9 അല്ലെങ്കിൽ 8. അപ്പോൾ നമ്മൾ ഫെറിറ്റിൻ നോക്കി. ഫെറിറ്റിൻ നമുക്ക് 25 ഉള്ളൂ, അല്ലെങ്കിൽ 15 ഉള്ളൂ. നമുക്ക് എന്താ മനസ്സിലായത്? അയണിൻ്റെ സ്റ്റോർ കുറവാണ്, പേഷ്യൻറ്റിന് അയൺ കൊടുക്കണം. ഒന്നെങ്കിൽ ഫുഡിലോട് കൂട്ടാം, ടാബ്ലറ്റിൽ കൊടുക്കണം, ഇഞ്ചക്ഷനിൽ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കണം നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ അയണിൻ്റെ ഡെഫിഷ്യൻസിയുടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അയൺ കഴിക്കാം. വേറൊരാൾക്ക് ഹീമോഗ്ലോബിൻ 9 ഉണ്ട്, പക്ഷേ ഫെറിറ്റിൻ നോക്കിയപ്പോൾ 450. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അയൺ ഡെഫിഷ്യൻസി അല്ല ഈ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിന് കാരണം അയൺ കുറഞ്ഞത് കൊണ്ടല്ല, വേറെ എന്തോ കാര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. പലപ്പോഴും ESR കുറച്ച് നാൾ കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കില്ല. അതിനെ വിളിക്കുന്ന പേരാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞതിൽ അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണോ, ബോഡിയുടെ അയൺ സ്റ്റോർ കുറഞ്ഞത് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ഫെറിറ്റിൻ. അപ്പോൾ എപ്പോഴും ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ നമ്മൾ ചുമ്മാ അയൺ എടുത്ത് കഴിക്കുന്നതിന് പകരം ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര ഉണ്ടെന്നനുസരിച്ച് നമുക്ക് അയൺ കഴിക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കും.